വ്യത്യസ്തമാണ്. നമ്മളൊക്കെ മനുഷ്യര് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എന്റെയും നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ വിശ്വാസത്തിന്റെ കതിര്, വിശ്വാസത്തിന്റെ വെളിച്ചം എപ്പോഴാണോ കെടാതെ നിൽക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത്, അപ്പോഴാണ് ദൈവം നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും കൃപകളും വരദാനങ്ങളും ചൊരിയുക. നമ്മള് മക്കളെയൊക്കെ പഠിപ്പിക്കുന്നവരാണ്. ഇംഗ്ലീഷ് മീഡിയം, അങ്ങനെ എല്ലാ തരത്തിലും പഠിപ്പിക്കും. അച്ഛൻ്റെ അടുത്ത് 2007 സ്വിറ്റ്സർലൻഡിലുള്ള ദമ്പതികൾ 2 കൊച്ചങ്ങളെ പ്രാർത്ഥിപ്പിക്കുവാനായി കൊണ്ടുവന്നു. ഞാനന്ന് തച്ചുട പറമ്പിലാണ്. ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, അവരുടെ അമ്മ. സ്വിറ്റ്സർലൻഡിൽ നിന്ന് അവർ വന്നിരിക്കുകയാണ്, ഇവിടെ നാട്ടിൽ വന്നപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് പറഞ്ഞു, മോളെ, അമ്മയെ സ്നേഹിക്കണം. എന്നോട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞ വാക്കിതാണ്, ഷെയും ഫാദർ, ഞാൻ എന്റെ അമ്മയെ കല്യാണം കഴിക്കണമെന്നോ. 2006 എന്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞെട്ടല് എന്റെ ജീവിതത്തിൽ ഉണ്ടായത്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് അമ്മയെ സ്നേഹിക്കണം. ആ കുട്ടിക്ക് അറിയാം ലവ് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞ വാക്ക് ഞാൻ അപ്പൊ തന്നെ എന്റെ ഡയറിയിൽ കുറിച്ചിട്ടു. ഫാദർ, ഷെയിം, ഞാൻ എന്റെ അമ്മയെ കല്യാണം കഴിക്കണമെന്ന്. എന്തേ സ്നേഹം ഇത്രയ്ക്കും വൈകൃതമായി ധരിക്കാൻ കാരണം? ഒരു കാറ്റഗിസം അധ്യാപകന്റെ കുട്ടിയും കൂടിയാണ് ഈ കുട്ടി. നമ്മുടെ മക്കൾ വളരേണ്ടത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മീഡിയത്തിൽ മാത്രമായി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോ വിശ്വാസത്തിന്റെ നല്ല നിലമായ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവിശ്വാസം വളർത്താൻ നമ്മൾ കൈവിട്ടുപോയി എന്നുള്ളത് കൊണ്ടാണ്. ഈശോ വളർന്നു വന്നത് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വന്നപ്പോൾ ആ കുട്ടി ദൈവാനുഗ്രഹമുള്ള ഒരു കുട്ടിയായി വളർന്നു. ഈശോ 30 വർഷം എവിടെയാണ് എന്ന് സൂചിപ്പിച്ചില്ല, പക്ഷേ അമ്മയെ കുറിച്ച് സൂചിപ്പിച്ചു. ആ കുഞ്ഞ് വളർന്നത് മാതാവിന്റെ വിദ്യാലയത്തിലാണ്. ഇന്ന് എത്ര കുട്ടികള് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളില് പരിശുദ്ധ കന്യകാമറിയം ഉണ്ണിയേശുവിനെ വളർത്തിയതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ കുഞ്ഞ് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വരുന്നുവെന്ന്. പരിശുദ്ധമ്മ വളർത്തിയതുപോലെ ആയിരിക്കണം കുട്ടികളെ വളർത്തേണ്ടത്. ഇന്ന് അമ്മമാർക്ക് സമയമില്ല. എന്റെ ഇടവകയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചു മകനെ പ്രതി 2 മാസത്തെ വെക്കേഷന് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന പിതാവ് 26ാമത്തെ ദിവസം ജോലിക്കായി തിരിച്ച് ഗൾഫിലേക്ക് പോയി. സഹിക്കാൻ പറ്റുന്നില്ല 4ാം ക്ലാസ്സുകാരന്റെ കുസൃതി. സത്യമാണ്. എന്തേ നമുക്ക് തെറ്റുപറ്റിപ്പോയത്? നമ്മുടെ കുടുംബത്തിൽ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മാതൃകകളില്ല. നമസ്കാരം കേൾക്കാവുന്നതാണ് ഒരു വൈദികന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ളത്. ഈ അടുത്ത അവസരത്തിൽ ഓരോരുത്തരോട് നമസ്കാരത്തിന് ഞാൻ ചോദിച്ചു, കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. കുരിശ് NH47 ഈ അപ്രോച്ച് റോഡിലേക്ക് പോണ പോലെയാണ്. ഏത് വഴിക്കാ പോണെന്ന് അറിഞ്ഞുകൂടാ. ഒന്നും കിട്ടാണ്ടായപ്പോ ഞാൻ പറഞ്ഞു, ദൈവമേ, നീ കർത്താവിന്റെ മാലാക ചൊല്ല്. കർത്താവിന്റെ മാലാക അവൻ ചൊല്ലാൻ തുടങ്ങി. അച്ഛാ, കർത്താവിന്റെ മാലാകയാണോ ചൊല്ലേണ്ടത്? ചൊല്ലാം. കർത്താവിന്റെ മാലാക, കർത്താവിന്റെ മാലാക, കർത്താവിന്റെ മാലാക, കർത്താവിന്റെ മാലാക. ഞാൻ ഇവൻ പറയുന്നത് വീണ്ടും പറയില്ലാണ്. കർത്താവിന്റെ മാലാക മറ്റേ മാലാകയോട് പറഞ്ഞു. അപ്പോഴേക്കും മറിയം മറ്റേ കേസ് കെട്ടുണ്ടാക്കിയച്ചോ. ഞാൻ ഞെട്ടിപ്പോയി. കർത്താവിന്റെ മാലാക മറ്റേ മാലാകയോട് പറഞ്ഞു. അപ്പോഴേക്കും മറിയം മറ്റേ കേസ് കെട്ടുണ്ടാക്കിയെന്ന്. വയറ് വീർപ്പിച്ചു എന്നാണ് ഇവൻ പറയണേ. നമ്മുടെ മാതാവ് അങ്ങനെ മറിയം വയറ് വീർപ്പിച്ചതാണോ സാധാരണ ഭാഷയിൽ? ഇതാണോ മാമോദീസ മുങ്ങിയ ഒരു ചെറുപ്പക്കാരന്റെ നമസ്കാരത്തിന്റെ കർത്താവിന്റെ മാലാക? ഇങ്ങനെയുള്ള വിശ്വാസമുള്ള മനുഷ്യൻ, അവന് തമ്പുരാൻ അന്യനാണ്, ഇടയൻ അന്യനാണ്, ഇടവക അന്യമാണ്. അവന് മാമോദീസ വെള്ളം തലയിൽ വീണിട്ടുണ്ടെങ്കിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നൊന്ത് പ്രസവിച്ച അമ്മയും വളർത്തി വലുതാക്കിയ അപ്പനുമാണ്. ഇങ്ങനെയുള്ള മക്കളാണ് ഇടവകയ്ക്കും ദേശത്തിനും സമൂഹത്തിനും പ്രശ്നമായിട്ടുള്ളത്. എന്റെ അടുത്ത് 4 പേരെങ്കിലും ഒരു ദിവസം പ്രാർത്ഥനാ സഹായം ചോദിച്ചു വരുന്നവരുണ്ട്. ഈ അടുത്ത 2 മാസം മുൻപ് പ്രാർത്ഥനാ സഹായത്തിനായി കടന്നു വന്നത് നല്ലൊരു കൊട്ടേഷൻ ടീമിലെ ചെറുപ്പക്കാരനാണ്. അവന്റെ അമ്മ
2 വയസ്സ് പ്രായമുള്ളപ്പോ ഉപേക്ഷിച്ചു പോയി. അപ്പൻ ഇറച്ചി വെട്ടുകാരൻ. അവൻ പറയാണ്, അച്ഛാ 3-ാം വയസ്സ് മുതൽ ഞാൻ ഇറച്ചിക്കടയിലാണ് ഇഴഞ്ഞു നടന്നത്, കയ്യിൽ ചോരയാണ്, എനിക്ക് മൊബൈൽ ഫോൺ ഇപ്പില്ല. എല്ലാം മിക്ക പോലീസ് സ്റ്റേഷൻ അവന്റെ ഫോട്ടോ ഉണ്ട്. 24 വയസ്സ് പ്രായമുള്ള ഒരു ക്രിസ്ത്യാനിയ ചെറുപ്പക്കാരൻ. ഞാൻ ഇവരെ 3 ദിവസം അടുപ്പിച്ച് രാത്രി വിളിച്ചു കൊണ്ടുവന്ന്, ഇവൻ കനകമല അടവക്കാരനൊന്നല്ല, നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. ഇവൻ എല്ലാ ദിവസവും കൊണ്ടുവരും. ഇവിടേക്ക് വന്ന ഒരു ദിവസം ഇവനോട് പറഞ്ഞു, നീ ഒന്ന് കുമ്പസാരിക്ക്. ഇവൻ കുമ്പസാരിച്ചു. കുമ്പസാരിച്ചു കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് ചൊവ്വാഴ്ച ഈ കൊച്ചു കുട്ടികൾ നിൽക്കുന്നത് പോലെ ഏറ്റവും മുൻപിൽ കൈ കൂപ്പി നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു, എത്ര അനുസരണമുള്ള കുട്ടി. ഇവൻ പറയാണ്, എത്ര പേരെയാണ് കൊല്ലുന്ന കാര്യത്തിലൊക്കെ ആദ്യം വെട്ടിയിട്ടില്ല, പിന്നെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞവൻ പള്ളിയിൽ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുകയാണ്. കുർബാനയുടെ സമയത്ത്, കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഇവൻ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോകുന്നത് നമുക്ക് വലിയ പാരമ്പര്യമാണ്. നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. കുർബാനയുടെ നേരത്ത് പുറത്തേക്ക് പോകുന്നത് ഈ 12 പേര് സ്ത്രീകന്മാരുണ്ടായിരുന്നപ്പോ യൂദാസും പുറത്തേക്ക് പോയി. നമ്മുടെ ഇടവകയിലെ യൂദാസുകൾ ഉണ്ടെങ്കിൽ അവരും പുറത്തേക്ക് പോകും, ചിലർ പുറത്ത് തന്നെ നിൽക്കും. ഞാൻ വിചാരിച്ചു, കർത്താവേ, കുമ്പസാരം കഴിഞ്ഞിട്ട് ഇവൻ പുറത്തേക്ക് പോയോ? ഞാൻ അവന് വിളിച്ചു, കുർബാന കേട്ടു, നീ എന്താ പുറത്തേക്ക് പോയേ? അച്ഛാ, ഞാൻ ആദ്യ കുർബാന സ്വീകരണം നടത്തിയിട്ടില്ല, അച്ഛൻ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നു കുമ്പസാരിച്ച. അച്ഛൻ, എനിക്ക് എങ്ങനെ കുർബാന സ്വീകരിക്കാം? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവന്റെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും അപ്രത്യക്ഷനായി. എവിടേക്ക് പോയോ എന്ന് അറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞതാണ്, അച്ഛാ, എന്നെ ഉപദേശിക്കാൻ ആളില്ല. ഈ അടുത്തയിടെ കൊച്ചുങ്ങൾ 40 പേര് ആദ്യ കുർബാന സ്വീകരണം നടത്തിയപ്പോ കുട്ടികളോട് ചോദിച്ചു, മക്കളെ, കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ല. 2 ദിവസം ഉണ്ടാവും കുടുംബ പ്രാർത്ഥന. ഈ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് പറയണം, എന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുട്ടികൾ പറഞ്ഞത് കുറ്റപ്പെടുത്തിയതാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ അവര് ചിലപ്പോ പറയും, ഇന്ന് വേണ്ട പ്രാർത്ഥന, ഇന്ന് നേരം വൈകി, ഇന്ന് ആ ജോലി കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നേ. ഒരുത്തനോട് ചോദിച്ചു, നമസ്കാരം, എടാ, കുമ്പസാരം എന്ന കൂദാശ എന്താ? കുമ്പസാരം എന്ന കൂദാശ കുനുകുനത്തെ ഓട്ടക്കൂടെ എന്ന് പറയുന്നതാണ് കുമ്പസാരം. ശരിയാണ്, ചെവി കേൾക്കാത്ത അച്ഛന്മാരുണ്ടെങ്കിൽ അവിടെ ചെന്ന് പെറുപെറെന്ന് പറയുന്നതാണ് കുമ്പസാരം. നമ്മുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടിയിട്ടുണ്ട്. ഇളക്കം തട്ടാൻ കാരണം, മാതാപിതാക്കളെ, നിങ്ങളുടെ വഴികൾ നേരെയാകണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാനാണ് സ്വർഗത്തിലേക്കുള്ള വഴി, എന്നെ അനുഗമിക്കുന്നവൻ അവിടേക്ക് എത്തും, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. NN കക്കാടിന്റെ ഒരു ചെറിയൊരു കവിതയുണ്ട് വഴി വെട്ടുന്നവരോട്. വളരെ അർത്ഥസമ്പുഷ്ടമാണ് ആ കവിത. ഇരുവഴിയിൽ പെരുവഴി നല്ലു ചെങ്ങാതി, പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ. പുതിയ വഴി നീ വെട്ടുന്നെങ്കിൽ അതിന് പല ദുരിതങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് പോകാൻ ഒരു വഴിയുണ്ട്, ആ വഴിയാണ് ഇപ്പോ സുഖം. എന്നാൽ അതിനേക്കാളും എളുപ്പകരമായി പുതിയ വഴി വെട്ടണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലവരുടെയും പറമ്പിൽ കൂടെ കടന്നു പോകണം, അവരും സ്ഥലം വിട്ടുതരണം. അത് പ്രശ്നമാണ്. ഇന്ന് നിന്റെ സുഹൃത്ത് ഈ പ്രശ്നത്തിന്റെ പേരിൽ ശത്രുക്കളായിട്ട് മാറും. പ്രിയമുള്ളവരെ, പുതിയ വഴി മാതാപിതാക്കൾ വെട്ടണം. മാതാപിതാക്കൾ നടന്നു നീങ്ങിയ വഴിയാണ് മക്കൾക്ക് സുഗമമായി നടക്കാനുള്ള വഴി. എന്റെ വീട് പുറത്തുശ്ശേരിയാണ്, പാടവും പറമ്പും ഉണ്ട് വീട്ടില്. ചാണകമൊക്കെ ഈ തെങ്ങിന്റെ കടക്കിടാനായിട്ട് പണിക്കാരികളൊക്കെ വരുമ്പോ അവിടെ പുല്ല് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഒരു 10 പ്രാവശ്യം ഈ സ്ത്രീകൾ ഈ ചാണക്കൊട്ടയുമായി അതിലൂടെ കടന്നുപോയാൽ അപ്പൊ തന്നെ ഒരു വഴിയായി. മാതാപിതാക്കളെ, നിങ്ങൾ നടക്കണം. ത്യാഗമുണ്ട്, ക്ലേശമുണ്ട്, പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഈ ഒരു മാതൃക നിങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ ഈ നല്ല വഴിയിലൂടെ നടന്നു നീങ്ങുള്ളൂ. അതാണ് കക്കാട് പറഞ്ഞ്, ഇരുവഴിയിൽ പെരുവഴി നല്ലു, പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതം. അതുകൊണ്ട് ഈ ഇടവക ദിനം ആഘോഷിക്കുന്ന അവസരത്തില് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥന. നിങ്ങൾ വിചാരിക്കും ഒരു കുരിശിന് എന്തുമാത്രം ശക്തിയുണ്ട്. ഞാനൊരു ഇടവകയിൽ വികാരിയായിരിക്കുമ്പോഴാണ് പകുതി ഒടിഞ്ഞൊരു കുരിശ്, എന്റെ കയ്യിൽ എപ്പോഴും കുരിശുണ്ടാവും. ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കുരിശിന്റെ കൈ ഒടിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു? ഈ കുരിശ് കാട്ടിക്കളയാമെന്ന് വിചാരിച്ചപ്പോ ആ ഇടവകയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒടിഞ്ഞ കുരിശായാലും കുഴപ്പമില്ല അച്ഛാ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒരു ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ നിന്നൊരു ഫോൺ. ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൂടിയപ്പോൾ ഭാര്യ കട്ടിലിന്റെ മുകളിൽ ഒരു ചെറിയ സ്റ്റൂൾ ഇട്ട് കെട്ടിത്തൂങ്ങാൻ സാരിയും അടിയിട്ട് തല വെക്കുന്ന സമയത്താണ് ഈ ഒടിഞ്ഞ കുരിശ് തലേനയുടെ സൈഡിൽ കാണുന്നത്. അവൾ അത് കണ്ടപ്പോ വിചാരിച്ചു, കെട്ടി തൂങ്ങാൻ പറ്റത്തില്ലല്ലോ. അവൾ ആ സാരി അഴിച്ചു. അന്ന് തന്നെ വിളിച്ചു ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യ, അച്ഛാ, അന്ന് തന്ന ഒടിഞ്ഞ കുരിശാണ് കാരണം. പ്രിയമുള്ളവരെ,
ഒന്ന് കാഴ്ചയിൽ ഒരു കുരിശിന് ഇത്രമാത്രം അനുഗ്രഹമുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ഒരു കുരിശ് അത് പ്രതിനിധാനം ചെയ്യുന്ന രക്ഷകന്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ രക്ഷയിലേക്കുള്ള വഴി നമ്മൾ തിരിച്ചറിയണം. ആ വഴി ക്ലേശകരമാണ്, ത്യാഗപൂർണമാണ്. നിങ്ങളുടെ വിലയേറിയ സമയം അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുവാൻ ഒരു കുടുംബ പ്രാർത്ഥന നമുക്കുണ്ടാകണം. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന അന്യം നിന്നിരിക്കുകയാണ്. കറണ്ട് കെട്ടിന്റെ സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സീരിയലിന്റെ ഇടയിലുമൊക്കെ പ്രാർത്ഥന ചുരുക്കിയപ്പോൾ എനിക്കും നിങ്ങൾക്കും പറ്റിയ തെറ്റെന്താണ്? നമുക്ക് സഹിക്കുവാനുള്ള ശക്തി കുറഞ്ഞുപോയി. കൊച്ചു കാര്യങ്ങൾ. അച്ഛൻ വിവാഹ കോടതിയിൽ വർക്ക് ചെയ്യുകയാണ്. എത്രമാത്രം വിവാഹ പ്രശ്നങ്ങളാ കടന്നു വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. ബാംഗ്ലൂരുള്ള സമയത്ത് ഒരു വിവാഹത്തിന്റെ ആഘോഷം പള്ളിയിൽ നടന്നു. ഇത്രയും ദൂരമുള്ളൂ പാരിഷാളിലേക്ക് വന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, നിന്റെ വീട്ടുകാരൊക്കെ എവിടെ പോയി നിൽക്കുകയായിരുന്നു കുർബാനയുടെ സമയത്ത്? അവര് വലിയ സ്റ്റൈല് കാണിച്ചു നിൽക്കുകയായിരുന്നു. അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞേ, നിന്റെ വീട്ടുകാർ ഒറ്റണം പള്ളി കയറിയില്ല, പിന്നെ എന്തിനാ നീ എന്നെ കുറ്റപ്പെടുത്തണേ? അങ്ങനെ അവിടെ വഴക്കുണ്ടായി. അവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് ഈ ബാംഗ്ലൂരൊക്കെ വലിയ പൂമാല കഴുത്തിലിടും. ഈ റിസപ്ഷന്റെ സമയത്ത്, ഈ പള്ളിയിൽ നിന്ന് ഇത്രയും ദൂരേ ഉള്ളൂ, റിസപ്ഷന്റെ ആ സമയത്ത് പൂമാല അവന്റെ കാലിൽ ഒറ്റ ഏറും കൊടുത്തിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന കാറിൽ പോയി ഇരുന്ന് അവളുടെ വീട്ടിലേക്ക് പോയി. എന്തേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൂപ്പന്, അതായത് എൻ്റെ അപ്പച്ചനൊക്കെ 4 സഹോദരിമാര്, അവർ 6 മക്കളാണ്. അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്: പാടത്ത് കൃഷി ഇറക്കി കൊയ്തെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അടയ്ക്ക അത് പറിച്ച് അത് കൊടുക്കുമ്പോൾ, നാളികേരം കൊടുക്കുമ്പോൾ എന്തു ചെയ്യും? മൂത്ത മകനൊരു ഡ്രസ്സ് കൊടുക്കും. ഇനി അടുത്തൊരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ 2-3 മാസം പിടിക്കും. അതുവരെ ഈ ഡ്രസ്സ് ഇട്ടത് ഇങ്ങനെ കണ്ട് അവർ നടക്കും. അപ്പൊ അവരുടെ മനസ്സിനുള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്, എനിക്ക് 3-4 മാസം കഴിയുമ്പോൾ പുതിയൊരു ഡ്രസ്സ് എനിക്ക് കിട്ടും. ഇത് അതോടൊപ്പം തന്നെ ഒരു സഹനമാണ്. ഈ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു സഹനം, എങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് എനിക്കും കിട്ടുമെന്ന്. നമ്മുടെ വീടുകളിൽ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല മാതാപിതാക്കൾ. പക്ഷെ അവർ സ്വയം പഠിച്ചൊരു പാഠമാണ്, സഹിച്ചാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ സഹിക്കാൻ മനസ്സില്ല, പ്രതീക്ഷയുമില്ല. നമ്മുടെ കുടുംബം വളരെ പ്രശ്നകരമാണ്. ഈ സഹനവും പ്രതീക്ഷയും ഒരുമിച്ച് വരുന്നൊരു ഇടമാണ് നമ്മുടെ കർത്താവിന്റെ കുരിശ്. സഹനത്തിനൊരു വിലയുണ്ട്. ഈ സഹനത്തിനപ്പുറത്തൊരു പ്രതീക്ഷയുണ്ട്. അതാണ് ആ കുരിശ്. അതുകൊണ്ട് ഈ യുവജന വർഷത്തിൽ ഒരു കുരിശ് പ്രയാണമുണ്ട്. ഇവിടേക്ക് ഡിസംബർ മാസം ആവുമ്പോഴേക്കും ഒരു കുരിശ് ഇവിടെ എത്തും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് പ്രധാനമായ കുരിശ് ഒരു അടയാളമാണ്, രക്ഷയാണ്. നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടാകിരിക്കണം. ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലായിരിക്കണം നമ്മുടെ മക്കൾ വളർന്നു വരേണ്ടത്. വിശ്വാസം പ്രഘോഷിക്കേണ്ട ഞാനും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചാൽ ഈ മക്കൾ അത് കണ്ടു പഠിക്കും. അതുകൊണ്ട് ഈ ഇടവകയിൽ അങ്ങനെ ഒന്നും ഉണ്ടാകരുത്. ഉണ്ടാവുകയിലെ ഏറ്റവും മനോഹരമായ നല്ലൊരു ഇടവകയാണ്. വളരെ ആത്മീയമായി നല്ല വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നല്ലൊരു വികാരിയച്ഛനാണ് ജോണി മേനാച്ചേരിയച്ഛൻ. അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ഓൾട്ടർ ബോയ് ആകാൻ ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഇടവകയിൽ വിശ്വാസം വളരാനും പന്തലിക്കാനും സാക്ഷികളാകാനും ഈ ഇടവകയിൽ എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന കുടുംബ യൂണിറ്റ് ഭാരവാഹികള്, കൈക്കാരന്മാര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മത അധ്യാപകര്, സംഘടനാ ഭാരവാഹികള് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും വേദിയിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകം ക്ഷണിക്കുകയാണ്. ദീപം തെളിയിക്കുന്നത് വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ, കൈക്കാരൻ മിസ്റ്റർ MK ഡേവിസ്, മതബോധനം PTA പ്രസിഡന്റ് മിസ്റ്റർ AP വിൽസൺ, കേന്ദ്രസമിതി രൂപത വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു വിൻസെന്റ്, സിസ്റ്റർ ശാന്തി CMC, ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ,
അടുത്തത് ഗാനാലാപനമാണ്. ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ശ്രീ സ്ലേമോനെ ക്ഷണിച്ചുകൊള്ളുന്നു. യൂണിറ്റ് 13. ആത്മാവിൻ നൊമ്പരങ്ങൾ നന്ദിയോടെ അണയുന്നു ഞങ്ങൾ നിൻ സ്നേഹമാധുര്യം നുകരാൻ. അർപ്പണം ചെയ്യുന്നു നാഥായൻ ആത്മാവിൻ നൊമ്പരങ്ങൾ നന്ദിയോടെ അണയുന്നു ഞങ്ങൾ നിൻ സ്നേഹമാധുര്യം നുകരാൻ. ഈയൽ താരയിൽ ഞങ്ങളെയൊന്നായി കാണിക്കയായി തർപ്പിക്കുന്നു. ഈയൽ താരയിൽ ഞങ്ങളെയൊന്നായി കാണിക്കയായി അർപ്പിക്കുന്നു. നിന്നിലെ സാന്ത്വനം നുകരാനെന്നും ഞങ്ങളിൽ കൃപയേകിടൂ. നിന്നിലെ സാന്ത്വനം നുകരാനെന്നും ഞങ്ങളിൽ കൃപയേകിടൂ. അർപ്പണം ചെയ്യുന്നു നാഥായൻ ആത്മാവിൻ നൊമ്പരങ്ങൾ നന്ദിയോടെ അണയുന്നു ഞങ്ങൾ നിൻ സ്നേഹമാധുര്യം നുകരാൻ. എന്റെ കിനാക്കളും മിഴിനീർപ്പൂക്കളും ആശകളെല്ലാം ഞാനേകിടുന്നു. എന്റെ കിനാക്കളും മിഴിനീർപ്പൂക്കളും ആശകളെല്ലാം ഞാനേകിടുന്നു. എന്നകതാരിൽ നീ നിറയൂ നിൻ സൗഖ്യമെന്നിൽ പകർന്നിടണേ. എന്നകതാരിൽ നീ നിറയൂ നിൻ സൗഖ്യമെന്നിൽ പകർന്നിടണേ. അർപ്പണം ചെയ്യുന്നു നാഥായൻ ആത്മാവിൻ നൊമ്പരങ്ങൾ നന്ദിയോടെ അണയുന്നു ഞങ്ങൾ നിൻ സ്നേഹമാധുര്യം നുകരാൻ. നന്ദിയോടെ അണയുന്നു ഞങ്ങൾ നിൻ സ്നേഹമാധുര്യം നുകരാൻ. താങ്ക് യു സ്ലേമോൻ. അടുത്തത് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നേട്ടമാണ് നമിത ജേക്കബിന്റെ റാങ്കിലൂടെ ഇടവകയ്ക്ക് വന്നു ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ രൂപതാ തലത്തിൽ നടത്തിയ മതബോധന 10ാം ക്ലാസ് പരീക്ഷയിൽ നമിത ജേക്കബ് 3ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമിത ജേക്കബ്, please come forward. നമിത ജേക്കബിന് അനുമോദനം അർപ്പിക്കുന്നതിന് വേണ്ടി പള്ളിക്കൈക്കാരൻ മിസ്റ്റർ എം കെ ഡേവിസിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ ഇടവചനങ്ങളെ, ഇന്ന് ഈ സുന്ദര സായാഹ്നത്തിലെ അല്പം ചൂടൊക്കെയുണ്ട്, എടത്തുരുത്തി ഇടവകയിലെ ജനങ്ങൾ ഒത്തുകൂടി ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുകയാണ് ഇന്നത്തെ ഈ ഇടവക ദിനം. ഈ ആഘോഷത്തിൽ എത്തിച്ചേരാനായിട്ട്, അതുപോലെ തന്നെ മനോഹരമാക്കാനായിട്ട് ഭക്തസംഘടനകളുണ്ട്, യൂണിറ്റ് അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രതിനിധി യോഗ അംഗങ്ങളുമുണ്ട്. ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവജനങ്ങളെ ഒരു ആട്ടിടയൻ എന്ന പോലെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വികാരി അച്ഛൻ വിശുദ്ധ നാടുകളൊക്കെ സഞ്ചരിച്ചു വന്ന് പതിവിലും പരിശുദ്ധനായിട്ടാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ വസിക്കുന്നതും അതുപോലെ തന്നെ പ്രവർത്തന നിരതനായിരിക്കുന്നതും. അദ്ദേഹം ഈ ഇടവിൽ വന്നതിന് ശേഷം കുടുംബ സമ്മേളന യോഗങ്ങളിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ അധികം ശ്ലാഘനീയമാണ്. പ്രതിനിധി യോഗത്തിന്റെ അനുമതിയോടെ നമ്മുടെ വികാരി അച്ഛന്റെ പ്രത്യേക ശ്രമഫലമായിട്ട് ഈ ഇടവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹോം മിഷൻ, ഹോളി ഫാമിലി സിസ്റ്റേഴ്സിന്റെ മിഷൻ, അത് എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് നമ്മുടെ കുടുംബ സമ്മേളന കേന്ദ്ര സമിതി ഭാരവാഹികൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മതബോധനം. വിശ്വാസ പരിശീലനം നടത്തുക കുട്ടികളിൽ. അത് അവർ മുതിർന്നു വരുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ കാണും എന്നുള്ളത് കൊണ്ട് വളരെ ഈ ഒരു ഇടവയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ് മതബോധനം എന്നുള്ളത്. അതിനുവേണ്ടി അധ്യാപകർ വളരെയധികം കഷ്ടപ്പെട്ടു. അതിന്റെ ശ്രമഫലമായിട്ടാണ് നമ്മൾക്കിന്ന് രൂപത തലത്തിൽ എത്രയോ ഇടവകളുണ്ട്, അതിൽ 3ാം റാങ്ക്, രൂപത തലത്തിൽ 3ാം റാങ്ക് നമ്മൾക്ക് ഈ ഇടവയ്ക്ക് തിരിച്ചു കിട്ടി എന്നുള്ളത് വളരെയധികം വിലപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിന്റെ ക്രെഡിറ്റ് സത്യത്തിൽ ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകർക്കാണോ, അതോ ഈ മതബോധനത്തിന്റെ പ്രധാന അധ്യാപകനാണോ, അത് ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന വികാരിച്ചനോ അസിസ്റ്റന്റ് വികാരിക്കുകയാണോ, അതൊരു സംശയം. പക്ഷെ എല്ലാവർക്കും ഇതിന്റെ ക്രെഡിറ്റ് നമ്മൾ നൽകിക്കൊണ്ട് ഇടവകയുടെ പേരിൽ നമിത ജേക്കബിന് ഉപഹാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, എന്നെ ഈ സമ്മാനത്തിന് അർഹയാക്കിയതിന് ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ എന്നെ ഇതിന് പ്രോത്സാഹിപ്പിച്ച എൻ്റെ പാരൻസിനോടും എന്നെ പഠിപ്പിച്ച സിസ്റ്റർ റെമി സിസിനോടും പ്രോത്സാഹിപ്പിച്ച വികാരി അച്ഛനോടും കൊച്ചച്ഛനോടും എൻ്റെ ഹെഡ് മാസ്റ്ററോടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. അടുത്ത ഇനം മതബോധനം LP UP വിഭാഗം സമ്മാന വിതരണമാണ്. സമ്മാനങ്ങളുടെ പേരുകൾ നേരത്തെ തന്നെ നമ്മൾ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ കുട്ടികള് ഇടതുവശത്ത്, ഈ വേദിയുടെ ഇടതുവശത്ത് വരിയായിട്ട് നിൽക്കുക. സമ്മാനങ്ങൾ, സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ക്യാഷ് അവാർഡും ഉള്ള കുട്ടികള് ഇടതുവശത്ത് വരിയായിട്ട് നിൽക്കുക. വലതുവശത്ത് കൂടെ കടന്നു പോവുക. അപ്പോൾ സമ്മാനം വിതരണം ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. കുട്ടികൾ വേഗം തന്നെ ഇടതുവശത്ത് വന്ന് നിൽക്കുക. സമയം കളയരുത്. പെട്ടെന്ന് തന്നെ കുട്ടികൾ കടന്നു വരിക. LP വിഭാഗം, UP വിഭാഗം മതബോധനം.
സമ്മാന വിതരണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട റവറൻ ഫാദർ നിക്സൺ ചാക്കോരിയ. സമ്മാനം വിതരണം ചെയ്യുന്നതിന് വേണ്ടി അച്ഛനെ ഹാർദമായി ക്ഷണിക്കുകയാണ്. രണ്ടായിരത്തി 2011-2012 അധ്യയന വർഷത്തിലെ മതബോധന സമ്മാനത്തിന് അർഹരായവർ: LP and UP സെക്ഷൻ. സ്റ്റാൻഡേർഡ് 1 ഫസ്റ്റ് മെൽബിൻ ഡേവിസ്. സെക്കൻഡ് ജോൺ വർഗീസ്. സ്റ്റാൻഡേർഡ് 2 ഫസ്റ്റ് ശ്വേത രാജീവ്. സെക്കൻഡ് അലീന ജോഷി. തേർഡ് എ ഫസ്റ്റ് നികിത മേരി പോൾ. സെക്കൻഡ് ആൻ ചാക്കോ. തേർഡ് ബി ഫസ്റ്റ് ആൽഫ്രഡ് വർഗീസ്. Second, Anna Suman. Fourth A, first, Freddie Joseph. Second, Anne Maria Ando. Fourth B, first, Andros Shibu. Second, Navya Jacob. UP section 5th, first bracketed, Shelna Babu and Albin Joni. Second, Sandra Jolly. Sixth, first, Anna Shweta George. Second, Maria Joju. Seventh, first and Logos A section unit, first, Gloria Varghese. Second, Alisha Babu. Thank you, Father. താങ്ക് യു ഫാദർ. അടുത്തത് ആശംസകളാണ്. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കൊച്ചച്ചൻ വിൽസൺ പരപ്പണ്ണത്തിനെ ഹാർദമായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട എടത്തിരുത്തി ഇടവകങ്ങളെ, ഇത് നമുക്ക് ഏവർക്കും ഏറ്റവും സന്തോഷം നൽകുന്ന ദിവസമാണ്. ഇടവക സമൂഹം മുഴുവൻ ഒരുമിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ ദിവസം. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ കഴുതിയെയും കൊണ്ട് ഒരു ദീർഘദൂര യാത്ര ചെയ്യുകയാണ്. ഏറെ ക്ഷീണിതനാണ് അദ്ദേഹം. നടക്കുന്ന വഴിയെ എന്തോ തിളങ്ങുന്ന ഒരു വസ്തു അദ്ദേഹം കണ്ടു. തിളങ്ങുന്ന വസ്തു കണ്ടപ്പോൾ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് അദ്ദേഹം എടുത്ത് തൻ്റെ കഴുതയുടെ കഴുത്തിൽ അത് കെട്ടിയിട്ടു. വീണ്ടും നടന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ ഡാബ കണ്ടു. അതിനടുത്ത് ഒരു ചെറിയ ചായക്കടയുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ കഴുതയെ ഒരു മരത്തിന് കെട്ടിയിട്ടിട്ട് ഈ ചായക്കടയെന്ന് ചായ കുടിക്കണം. ഒരു മനുഷ്യൻ സാഗൂതം ആ കഴുതയെ ശ്രദ്ധിക്കുന്നുണ്ട്. കഴുതയുടെ കഴുത്തി കിടക്കുന്ന തിളങ്ങുന്ന ആ കല്ലിനെയും. ചായ കുടിച്ചു കഴിഞ്ഞ ആ മനുഷ്യൻ്റെ അടുത്ത് ഈ കടയിലിരുന്ന മനുഷ്യൻ ചോദിച്ചു, ആ കഴുതയുടെ കഴുത്തി കിടക്കുന്ന കല്ല് എന്താണ്? ഈ മനുഷ്യൻ പറഞ്ഞു,
അതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു കല്ലാണ്. കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് ഞാനത് കഴുതയുടെ കഴുത്തിൽ കെട്ടി. ഈ മനുഷ്യൻ ചോദിച്ചു, ഇതെനിക്ക് 100 രൂപയ്ക്ക് തരുമോ? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, 200 രൂപ തന്നാൽ ഞാൻ നിനക്ക് തരാം. ഈ മനുഷ്യൻ പറഞ്ഞു, തനിക്ക് ഈ കല്ലുകൊണ്ടൊരു കാര്യമില്ലല്ലോ, എനിക്ക് 100 രൂപയ്ക്ക് തന്നൂടെ? ഈ മനുഷ്യൻ പറഞ്ഞു, 200 രൂപയ്ക്കാണ് തരുള്ളൂ, ഇനി ചോദ്യങ്ങളില്ല. ഈ കഴുതിയെ അഴിച്ചുകൊണ്ട് ഈ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. പുറകോടെ ഈ കല്ല് ചോദിച്ച മനുഷ്യനും. കുറച്ചു കഴിഞ്ഞപ്പോൾ മുന്നിൽ നിന്ന് വന്ന വേറൊരു വ്യക്തി ഈ മനുഷ്യനോട് എന്തോ പറയുന്നതും ഈ കല്ല് വാങ്ങി പോകുന്നതും കണ്ടു. ഓടിച്ചെന്ന് ഈ മനുഷ്യൻ ഈ കല്ല് കൊടുത്ത മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ആ കല്ല് ആർക്ക് കൊടുത്തത്? പറഞ്ഞു, ഒരു മനുഷ്യനോട് ഒന്ന് ചോദിച്ചു, ആ മനുഷ്യൻ 200 രൂപ വന്നു ആ കല്ല് കൊടുത്തു. ഈ മനുഷ്യൻ പറഞ്ഞു, താങ്കൾ ഒരു മണ്ടനാണ്. കാരണം ആ കഴുത്തിൽ കിടന്ന കല്ല് നല്ല ലക്ഷങ്ങൾ വിലമതിക്കുന്ന വജ്രകല്ലാണ്. പക്ഷെ താങ്കൾ വെറും 100 രൂപയ്ക്ക് ആ കല്ല് കൊടുത്തു കളഞ്ഞല്ലേ? അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മണ്ടനാണ്. കാരണം എനിക്ക് കല്ലിന്റെ വിലയെക്കുറിച്ചോ ഇതിന്റെ വില വരുന്ന ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നേക്കാൾ പരമ വിഡ്ഢിയാണ് താൻ. കാരണം വെറും 100 രൂപയുടെ ലാഭത്തിന് വേണ്ടി തങ്ങൾ ലക്ഷക്കണക്കിന് വില മതിക്കുന്ന ഈ വജ്രക്കല്ല് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചേക്കാവുന്ന വലിയ ദുരന്തം ഇതാണ്. ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. ചെറിയ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി വലിയ സന്തോഷങ്ങളും ആനന്ദങ്ങളും ജീവിതം നഷ്ടപ്പെടുത്തി കളയും. ഓർക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി വലിയ വലിയ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അത് കുടുംബത്തിൻ്റെ സന്തോഷമാകാം, ഇടവകയുടെ ഐക്യത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാകാം. ഇതിനു വേണ്ടി ഇത് ലഭിക്കാനായിട്ട് ഞാൻ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ സ്വാർത്ഥതയോ സ്വാർത്ഥ ലക്ഷ്യങ്ങളോ ഈ ഐക്യത്തിനും ഈ സ്വരുമയ്ക്കും കളങ്കം ചാർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഓരോ ഈ ഇടവക ദിന ആഘോഷവും എന്നെ കൂടുതൽ ഐക്യത്തിലേക്ക് നയിക്കട്ടെ. ഇടവക കൂടുതൽ ഐക്യത്തിലും കൂടുതൽ ഐശ്വര്യത്തിലും മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഈ ദിനത്തിന്റെ നല്ല ആശംസകൾ. അടുത്തതായിട്ട് കേന്ദ്രസമിതി രൂപത വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു വിൻസെന്റ് ആശംസ അർപ്പിക്കുന്നതായിരിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വികാരിയച്ച, ഭക്തസംഘടന ഭാരവാഹികളെ, കുടുംബസമ്മേളന ഭാരവാഹികളെ, നമ്മുടെ ഇടവകയിൽ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഹോളി ഫാമിലി സിസ്റ്റേഴ്സ്, നമ്മുടെ കോൺവെന്റിലെ നമ്മുടെ സ്വന്തം എന്ന പോലെ നമ്മൾ കരുതുന്ന നമ്മുടെ പ്രിയപ്പെട്ട CMC സിസ്റ്റേഴ്സ്, എല്ലാവർക്കും ഈ ഇടവക ദിനത്തിന്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിന്റെ ആശംസകൾ ആദ്യമേ നേരുന്നു. ഇവിടെ സംസാരിച്ചിരുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളുടെ കൂട്ടായ്മയെ പറ്റിയും കുടുംബ പ്രാർത്ഥനയെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ ഐക്യത്തെ പറ്റിയും നമ്മളോട് ഒത്തിരി സംസാരിച്ചു. നമുക്കറിയാം, തമ്പുരാൻ തരുന്ന എല്ലാ ദാനങ്ങളും സന്തോഷമായാലും ദുഃഖമായാലും അതെല്ലാം തമ്പുരാൻ നമുക്ക് അറിഞ്ഞു തരുന്ന ദാനങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ഭാരവാഹി ആവുക എന്നത് തമ്പുരാൻ തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ നേട്ടങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വിധത്തിലുള്ള സാമ്പത്തിക നേട്ടമായിരിക്കുകയില്ല. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന സമാധാനമാണ് നമുക്ക് ഈ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭക്ത സംഘടനകളും ലാഭേച്ഛയില്ലാതെ സ്വന്തമായ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, അവരുടെ ഒത്തിരി സമയവും അതുപോലെ തന്നെ അവരുടെ വീടിന് വേണ്ടി ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് എല്ലാ സംഘടനാ ഭാരവാഹികളും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്. നമ്മളൊരു വ്യക്തിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിക്ക് 100 നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ ആ ഒരു ഏറ്റവും മോശമായ എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നാൽ അത് മാത്രം ഉയർത്തിപ്പിടിച്ച് ആ വ്യക്തിയെ എങ്ങനെയെല്ലാം തേജോവധം ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്.
നമുക്കറിയാം, നമ്മുടെ ഇത്തവണത്തെ ബുള്ളറ്റിൽ ഡോക്ടർ പിന്റോ എഴുതിയൊരു ലേഖനത്തിൽ കാണുന്നുണ്ട്, ഒരു ഇടവകയിലെ പള്ളിയിലെ പെരുന്നാളിന് എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു, ഒരു ലൈറ്റ് മാത്രം തെളിഞ്ഞില്ല. പക്ഷെ ഇത് അവിടെ കൂടുന്ന ഭൂരിഭാഗം ജനങ്ങളും കണ്ടത് നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ആണല്ലോ എന്നാണ്. പക്ഷെ ഒരു വ്യക്തി കണ്ടത് അതിൽ ഈ ലക്ഷക്കണക്കിന് ലൈറ്റ് കത്തുമ്പോൾ ഒരെണ്ണം കത്തിയില്ല എന്നാണ്. നമുക്ക് ആ ഒരു കരടിനെ മാറ്റി നിർത്തി ഒരു വ്യക്തിയുടെ നല്ല ഗുണങ്ങളെ പ്രശംസിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തി തലയിൽ കയറില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പണ്ടാണ് നമ്മൾ പറയുക, അവനൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ തല അല്ല. നമ്മൾക്ക് എങ്ങനെ ഒരു പ്രശംസ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ എങ്ങനെ ഭംഗിയായി ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രശംസിക്കാനും ഒരാള് നമ്മുടെ ഇടവകയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ ആദ്യ കുർബാന ഒറ്റെടുക്കുന്ന ആദ്യ കുർബാന സ്വീകരണം, അതുപോലെ തന്നെ നമ്മുടെ ഇടവക ദിനം, ഇതിലെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നന്നായിരുന്നു എന്നൊരു വാക്ക് പറയുകയാണെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടണം, തെറ്റുകൾ നമ്മൾ തിരുത്തണം, ശരിയാണ്. അതേസമയം ഒരു കാര്യം നന്നായിട്ടുണ്ടെങ്കിൽ വ്യക്തമായി നേരിട്ട് ആ വ്യക്തിയോട് പറയാം, അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളോട് പറയാം, വളരെ നന്നായിരുന്നു എന്ന് പറയാൻ കൂടുതൽ നന്നാക്കാനേ നമ്മൾ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ ഒരു നല്ല ഗുണം നമ്മുടെ ഇടവക സമൂഹത്തിൽ ഉണ്ടാവണമെന്ന് എനിക്ക് വളരെ ഒത്തിരി ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളൊരു വേദന കാണാൻ, ഈ സ്കൂൾ തുറക്കുന്ന സമയമാണ്, നമ്മുടെ മക്കൾക്ക് ഒരുവിധം ഏകദേശം ഒരു സാധാരണ വീട്ടിലാണെങ്കിൽ പോലും 1000 രൂപയെങ്കിലും ചുരുങ്ങിയത് ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് ചെലവുണ്ടാവും. അതിൽ നിന്ന് ഒരു 2-3 പുസ്തകം കാഴ്ച സമർപ്പണത്തിനായി മക്കൾക്ക് കൊടുത്തയക്കാതെ ഒരു 100 രൂപ നമ്മൾ കൊടുത്തയക്കുകയാണെങ്കിൽ നമ്മുടെ ഇടവകയിലെ നാനാജാതി മതസ്ഥർ ഒരു കുട്ടി പോലും സ്കൂളിൽ പുസ്തകമില്ലാതെയോ ഫീസില്ലാതെയോ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ഇടവകയിൽ ഉണ്ടാവില്ല. നമുക്ക് പരിശ്രമിക്കാം, നമ്മുടെ മറ്റുള്ളവരെ കണ്ണീരൊപ്പാനും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും. നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന വ്യക്തികളെ കണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഒത്തിരി വ്യക്തികളുണ്ട്, പേരെടുത്ത് പറയണില്ല എന്നുള്ളൂ, ഒത്തിരി വ്യക്തികൾക്കുണ്ട്, നേരിട്ട് നമുക്കറിയാം. ചിലർ പ്രാർത്ഥനയിലൂടെ, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയില്ല, സഹായം ചെയ്യാൻ പ്രാർത്ഥനയിലൂടെ മറ്റുള്ള സഹായിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. നമുക്ക് അവരെ ഒന്ന് ഉയർത്താം, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി മുൻ വർഷങ്ങളിലേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്ന, മുൻ വർഷങ്ങളിൽ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഈ 2 അച്ഛന്മാരിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാം. അവരോടൊപ്പം ചേർന്ന് നല്ലൊരു ഇടവക സമൂഹമായി നിക്സൺ അച്ഛനും പാടിയാട്ടി അച്ഛനും പറഞ്ഞ മാതിരി ഈ രൂപതയിലെ ഏറ്റവും നല്ല ഇടവകയായി ഈ 2 അച്ഛന്മാരുടെ സാന്നിധ്യത്തോടെ, ഈ അച്ഛന്മാരുടെ അനുഗ്രഹത്തോടെ നമുക്ക് മുന്നേറാം. എല്ലാവർക്കും ഇടവക ദിനത്തിന്റെ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ബിന്ദു വിൻസെന്റ്. അടുത്ത ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മതബോധന PTA പ്രസിഡന്റ് മിസ്റ്റർ AP വിൽസനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും ബഹുമാനായ വികാരിച്ച കൊച്ചച്ച, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും ബഹുമാനായ ഇടവക ജനങ്ങളെ, എടുത്തെടുത്ത ഇടവകയുടെ ഏറ്റവും വലിയ ഒരു ദിവസമായിട്ടാണ് ഇന്ന് ഞാൻ ഈ ദിനത്തെ കണക്കാക്കുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് കുടുംബ സമ്മേളനങ്ങൾ. കുടുംബ സമ്മേളനങ്ങളുടെ കൂട്ടായ്മയാണ് ഇടവകയിൽ ഇന്ന് ഈ ആഘോഷത്തിന് വഴിതെളിച്ചിട്ടുള്ളത്. കുടുംബങ്ങളിൽ എന്തെങ്കിലും അസ്വരസ്യങ്ങളുണ്ടെങ്കിൽ ആ കുടുംബം ഇമ്പമുള്ള കുടുംബമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടവക സമൂഹത്തിലും എന്തെങ്കിലും അസ്വരസ്യങ്ങളുണ്ടെങ്കിൽ ഈ ഇടവക കൂട്ടായ്മയിൽ ഒരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ നമ്മുടെ ബിന്ദു വിൻസെന്റ് പറഞ്ഞതുപോലെ എന്ത് പ്രവൃത്തികൾ നമ്മൾ നടത്തിയാലും അതിലെന്ത് ഒരു കുറവുണ്ട് എന്ന് മാത്രം കണ്ടെത്തുന്ന ഒരു വിഭാഗം ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ആ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം കുറവുകൾ മാത്രം കാണുന്ന ആളുകളുടെ അഭിപ്രായത്തിന് പ്രസക്തി ഏറി വരുന്ന കാലഘട്ടം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഈ അവസരത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് 5 മിനിറ്റാണ് തന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ അണിയറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ല ദിനത്തിന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും മതബോധനത്തിന്റെ പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.
മിസ്റ്റർ എ പി വിൽസൺ. അടുത്തതായിട്ട് സെൻറ്റർ വികാരിയച്ഛൻ, കൊച്ചച്ഛൻ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയ ആദ്യ ദിവസം തൃശ്ശൂരിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, എടത്തിരുത്തിയാണ് പോകുന്ന സ്ഥലമെന്നറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കത്തോലിക്കർ ഇടതിങ്ങി പാർക്കുന്ന വിശ്വാസത്തിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന നല്ലൊരു ഇടവക തൃശ്ശൂർ രൂപതയിലെ ഇതുപോലുള്ള നല്ല ഇടവകകളിൽ ഒന്നായിട്ട് എടത്തിരുത്തിയെ ഞങ്ങൾ കാണാറുണ്ട്. എനിക്ക് വലിയ സന്തോഷമായി. ഇത്രയും നല്ലൊരു ഇടവകയിൽ വന്ന് സേവനമനുഷ്ഠിക്കാൻ സാധിച്ചല്ലോ എന്നോർത്തുള്ള സന്തോഷം. ഈ ഇടവകയിൽ ജനങ്ങൾ കൂട്ടായി എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മയുടെ അടയാളമായിട്ട് നിലകൊള്ളുന്നു എന്ന് മറ്റ് സ്ഥലത്തിലുള്ളവർ പറയാൻ ഇടവന്നപ്പോൾ അത് വലിയൊരു ഭാഗ്യമായി, വലിയൊരു സന്തോഷ വാർത്തയായി ഞാൻ അതിനെ കണ്ടു. കൂട്ടായ്മയും സ്നേഹവുമാണ് ഒരു ഇടവകയുടെ കൈമുതൽ. പരസ്പരമുള്ള സഹകരണവും പ്രോത്സാഹനവും ഇടവകയെ വളർത്തി വലുതാക്കുമെന്ന് അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയും അതിനോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായും സമൂഹപരമായും ഉയർത്തുന്നത്, വലുതാക്കുന്നത്. വളരെ ചെറിയ ഒരു ജീവി, കഴുകൻ, ഒരു വലിയ പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് വർഷത്തിലൊരിക്കൽ വനാന്തരത്തിൽ പോയി അതിൻ്റെ ചിറകുകളൊക്കെ കളഞ്ഞ് പുതിയ ചിറകുമായി തിരിച്ചു വരുന്നു. ഒരിക്കലും കഴുകൻ താഴെ പറക്കാൻ ശ്രമിക്കാറില്ല. ഉയരങ്ങളിലേക്ക്, ആകാശത്തിലേക്ക് ഉയർന്നു പറന്ന് ഇടിയും മിന്നലും മഴയും സന്തോഷപൂർവ്വം കണ്ട് അനുഭവിച്ച് തിരിച്ച് നാട്ടിലേക്ക് തന്നെ, താഴേക്ക് തന്നെ ഇറങ്ങി വരുന്ന ഒരു അനുഭവം നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല. സാഹസികമായ ഒരു യാത്രയാണ്. ഇടിമിന്നലും മഴയും കൊണ്ട് പരിഭ്രാന്തനാകുന്നതിന് പകരം അത് മുഴുവൻ കണ്ട് സന്തോഷ ചിത്തത്തോടെ താഴെ ഇറങ്ങി വരുന്ന വലിയ അനുഭവം കഴുകൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമാണ്. ഈ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. വാർഷിക ധ്യാനത്തിലൂടെ സ്വയം നവീകരിക്കാനുള്ള വലിയ അവസരങ്ങൾ നമുക്കുണ്ടാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടായ്മയുടെ അനുഭവം കുടുംബ സമ്മേളനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ സന്തോഷപൂർവ്വം അനുഭവിക്കാനുള്ള വലിയ ഹൃദയ വിശാലതയാണ് നമുക്ക് ആവശ്യം. ഒരു ബംഗാളി നോവലിസ്റ്റിൻ്റെ ഒരു നോവൽ, താരാശങ്കർ ബാനർജിയുടെ 7 ചുവടുകൾ എന്ന നോവൽ, അതിൽ ഒരു കൃഷ്ണസ്വാമിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വൈദ്യനാണ്. എല്ലാ ദിവസവും രാവിലെ കുറേ പച്ചമരുന്നുമായൊരു സൈക്കിളിൽ അദ്ദേഹം യാത്ര ചെയ്യും. ഇടവഴികളിലൂടെയൊക്കെ പോകുമ്പോൾ കണ്ടുമുട്ടുന്നവരോടൊക്കെ സൈക്കിൾ നിർത്തി അദ്ദേഹം ചോദിക്കും, സഹോദര, താങ്കൾക്ക് സുഖമാണോ? മറുപടിയായി സുഖമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, സുഖമായിരിക്കുക, സുഖമായിരുന്നാലേ ദൈവത്തിനും സുഖമുള്ളൂ, താങ്കൾക്ക് സുഖമുണ്ടെങ്കിലേ ദൈവത്തിനും സുഖമുള്ളൂ. ഈ ഒരു അനുഭവം നമ്മുടെ കൂട്ടായ്മയിലും അനുദിന ജീവിത സാഹചര്യങ്ങളിലും ഉണ്ടാകാൻ പരിശ്രമിക്കുക ഏറ്റവും ആവശ്യമാണ്. നമുക്ക് സുഖമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് സുഖമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരനുഭവത്തിൽ വളർന്നു വന്നാൽ ദൈവത്തിന് സുഖമുണ്ടാവും, ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമുക്കുണ്ടാകും. അങ്ങനെ ഈ ഇടവക ഉന്നതിയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് വളർന്ന് വന്ന് ഫലദായകമായ അനുഭവങ്ങൾ ഉണ്ടാക്കി നല്ലൊരു ഇടവകയായി നമ്മുടെ രൂപതയിലും മറ്റു രൂപതകളിലും
അനുഭവവേദ്യമാക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഇടവകയിൽ വന്ന് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് അവരുടെ കാലിൽ ചിറകും ഹൃദയത്തിൽ അഗ്നിയുമായി വീട് വീടാന്തരം കയറിയിറങ്ങി കുടുംബ നവീകരണത്തിന് നമ്മുടെ ഇടവകയെ പ്രബുദ്ധരാക്കാനും സന്തോഷമുള്ളവരാക്കുവാനുമുള്ള അവരുടെ കഠിനമായ അധ്വാനത്തെ ഈ അവസരത്തിൽ ഞാൻ ശ്ലാഘിക്കുന്നു. മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ധാരാളം ദൈവാനുഗ്രഹം അവരിലൂടെ ഉണ്ടാകുവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ചിന്തോദീപകമായ സിസ്റ്ററിന്റെ ആശംസയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തത് ഹൈസ്കൂൾ വിഭാഗം മതബോധനം സമ്മാനദാനമാണ്. സമ്മാനാർഹരായ കുട്ടികൾ ഒട്ടും സമയം കളാതെ വേദിയുടെ വലതുവശത്തേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. സമ്മാനത്തിന് അർഹരായ കുട്ടികൾ ഹൈസ്കൂൾ വിഭാഗം മതബോധനം സ്റ്റേജിന് വലതുവശത്ത് പെട്ടെന്ന് തന്നെ വരേണ്ടതാണ്. സമയം കളയാനില്ല. സമ്മാനദാനം നിർവഹിക്കുന്നത് കേന്ദ്ര സമിതി പ്രസിഡന്റ് മിസ്റ്റർ CA വിൻസെന്റ്. അദ്ദേഹത്തെയും പ്രത്യേകം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. +1 +2 കുട്ടികളും സമ്മാനമുള്ള +1 +2 കുട്ടികളും വലതുവശത്ത് വന്ന് നിൽക്കേണ്ടതാണ്. Standard 8A, first Jelba John, second Cinda Thomas. 8B, first Amrita T. Benny, second Joseph Tijo. 9A, first Sharon Sunny, second Alida Sebastian. 9B, first Annette KJ, second Nimisha TL. 10th diocese level, third rank holder Namida Jacob. Second Sona Jose. 11A, first Arisha CS, second Mino Jose. 11B, first Bella John, second Shima Thomas. 12, first Marina Jose, second Shelly K. Sunny. Logos Kiss, B section unit, first Jelba John. Marina Jose. Second Shelly K. Sunny. Logos Kiss, B section unit, first Jelba John. C section unit, first Sophia George. D section unit, first Reverend Sister Saumya CMC. E section unit, first Reverend Sister Diana CMC. Full attendance teachers at the unit, Mr. Fijo Anthony. Fatima unit, Mrs. Baby Vincent. Reverend Sister Mercy Paul FCC. Madhadyava Perishal unit, first Reverend Sister Sini Rose. Thank you.
താങ്ക് യു മിസ്റ്റർ സി എ വിൻസെന്റ്. അടുത്ത ഇനം നന്ദി പ്രകടനമാണ്. നമ്മുടെ ഇടവക ദിനാഘോഷം അവസാനിക്കുകയാണ്. അടുത്തത് കലാപരിപാടികളാണ്. അതിനു മുൻപ് ഈ വേദിയിൽ അലങ്കരിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ പോളി പടയാട്ടി അച്ഛൻ കുർബാനയിൽ തന്നെ നല്ല ഒരു മെസ്സേജ് നമുക്ക് തരികയുണ്ടായി. വളരെയധികം ചിന്തിപ്പിക്കുന്നതും അതോടൊപ്പം നമ്മിൽ നിന്നും സ്നേഹത്തിന്റെ കുറവുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തെ നമ്മുടെ ഈ യോഗത്തിലേക്ക് അധ്യക്ഷനായി ലഭിച്ചത് തന്നെ നമ്മുടെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ബഹുമാനപ്പെട്ട പോളി പടയാട്ടി അച്ഛന് നന്ദി അർപ്പിക്കുകയാണ്. അടുത്തത് ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ നിക്സൺ ചാക്കോരി അച്ഛൻ. വളരെ ഊർജ്ജസ്വലനും അതോടൊപ്പം ഒരുപാട് ആശയങ്ങളുമുള്ള നിക്സൺ അച്ഛൻ നമ്മുടെ രൂപതയുടെ യൂത്ത് കോർഡിനേറ്ററാണ്. ഈ വരുന്ന ഒരു വർഷക്കാലം യുവജന വർഷമായിട്ട് നാം ആചരിക്കുകയാണ്. അച്ഛനെ നമ്മുടെ ഈ യോഗത്തിൽ ഉദ്ഘാടകനായി ലഭിച്ചതിൽ നമുക്ക് വളരെയധികം